കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ഒരു വീഡിയോ പങ്കുവെക്കപ്പെട്ടിരുന്നു. മറ്റൊന്നുമല്ല, ST ടിക്കറ്റ് വാങ്ങുന്ന കുട്ടികളെ സ്വകാര്യ ബസ്സിൽ കയറ്റാൻ ബസ് ജീവനക്കാർ കാണിക്കുന്ന സ്ഥിരം അടവാണ് പ്രചരിക്കപ്പെട്ട വീഡിയോയിലുള്ളത്. ഇത്തരം സംഭവങ്ങൾ സ്ഥിരം പതിവാണെങ്കിലും പുറത്തേക്ക് ഇതൊന്നും തെളിവ് സഹിതം എത്താത്തതിനാൽ പകുതി പ്രശ്നങ്ങളും അധികൃതർ അറിയുന്നില്ലെന്ന് മാത്രം. ചൊവ്വാഴ്ച വൈകിട്ടാണ് വിവാദത്തിനിടയായ സംഭവം നടന്നത്. ക്ലേലിയ ബാർബിയേറി ഹോളി ഏഞ്ചൽസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 8 ആൺകുട്ടികൾ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റാൻഡിലെത്തിയതായിരുന്നു. എന്നാൽ ബസ്സിൽ കയറാൻ ശ്രമിച്ച ഇവരെ കണ്ടക്ടർ ശകാരിച്ച് മാറ്റി നിർത്തിയെന്നാണ് പരാതി. ബസ് പുറപ്പെടാൻ സമയമായപ്പോൾ കയറ്റാമെന്ന് പറഞ്ഞ് കുട്ടികളെ കാത്തു നിർത്തിയെങ്കിലും പിന്നീട് 4 കുട്ടികളെ മാത്രം ബസ്സിലേക്ക് പ്രവേശിപ്പിക്കുകയും ബാക്കിയുള്ളവരെ തടയുകയും ചെയ്തു. ബസ് പുറപ്പെടാനിരിക്കെ ഒരു വിദ്യാർത്ഥി കൈകൂപ്പി വീട്ടിൽ പോകേണ്ടതുണ്ടെന്ന് അപേക്ഷിച്ചെങ്കിലും കണ്ടക്ടർ നിലപാട് മാറ്റിയില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ പ്രിയദർശിനി എന്ന സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ തങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരുന്നു. പദ്ധതിയോടുള്ള പ്രതികാരമെന്നോണം പരമാവധി വിദ്യാർത്ഥികളെ ബസ്സുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള സ്വകാര്യ ബസ് ജീവനക്കാരുടെ നീക്കത്തിന്റെ ഭാഗമാണോ ഈ അതിക്രമം എന്ന സംശയവും ശക്തമാണ്. അതല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന എന്തെങ്കിലും തർക്കങ്ങളുടെ പേരിലാണോ കുട്ടികളോട് ഈ വിവേചനം കാണിച്ചതെന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന കുമരനെല്ലൂർ സ്വദേശി TK സനീഷ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തി കണ്ടക്ടർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന റോയെക്സ് ഗ്രൂപ്പിന്റെ പ്രിയമോൾ ബസ്സിലെ കണ്ടക്ടർ രാമദാസിന്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി ജോയിന്റ് RTO അറിയിച്ചിരിക്കുകയാണ്. കൂടാതെ നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസിന്റെ പെർമിറ്റ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൈമാറി. സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി. ബസ് കൺസെഷൻ എന്നത് വിദ്യാർത്ഥികൾ സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഉടമകളുടെ സാമ്പത്തിക നഷ്ടത്തിന് വിദ്യാർത്ഥികളുടെ മേൽ കുതിര കയറാൻ അനുവദിക്കില്ലെന്നും അവർ പറയുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും എല്ലാ അധ്യയന വർഷാരംഭത്തിലും വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അവർ പറയുകയാണ്. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ യാത്രാവകാശം സംരക്ഷിക്കാൻ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രതിരോധമുയർത്തുമെന്നും സംഘടന വ്യക്തമാക്കി.